ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കെ ഫാമിലി അടുത്തൊന്നും ഇവർക്ക് എയറിൽ നിന്ന് താപ്പോട്ടിറങ്ങാൻ ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു. എന്ത് ചെയ്താലും അത് എയറിൽ പോകുന്ന ഐറ്റംസ് ആണ് ചെയ്തു വെക്കുന്നത്. ദിയ കൃഷ്ണ തന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്ളോഗ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിറന്നാൾ ആഘോഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആഹാര പിന്നെയും ഏറിപ്പോയിരിക്കുകയാണ്. ഇനി ബാക്ക് ടു ബാക്ക് എക്സ്പോസ് ആകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു യോഗവും ഭാഗ്യമൊക്കെ വേണം. ഒരു ലോട്ടറി എടുത്തുകൂടെ? അതിന്റെ ആവശ്യമില്ല, എന്നാലും ഒന്ന് എടുത്തു നോക്ക്, അടിച്ചാലോ. കാര്യം ആനയ്ക്ക് ഇപ്പൊ അത്രയും ഭാഗ്യമുണ്ടെന്നേ. ചറപറ ഏറിപ്പോവുകയാണ്. ഇത്രയും നാൾ ഏറിപ്പോകാതിരുന്ന ആള് ഇപ്പൊ എന്ത് ചെയ്താലും ഏറിപ്പോകുന്ന അവസ്ഥ. ഇപ്പൊ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയാണ് എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ എന്നുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടതോടുകൂടി കുറെ ആളുകൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എല്ലാ വീട്ടിലും ഒരു അമ്മ വേണ്ട എന്ന്. എത്ര മേക്കപ്പ് വാരി തേച്ച് വെച്ചാലും ഒരുങ്ങിക്കെട്ടി ഇനി എത്ര മെനയായിട്ട് വന്നാലും ഉള്ളിക്കിടക്കുന്ന തൊട്ടിത്തരങ്ങൾ തള്ളി പുറത്തോട്ട് വരും എന്ന് പറയുന്നത് വെറുതെ അല്ല, ഉള്ളതാ, കറക്റ്റാ. ഇവരുടെ കാര്യത്തിൽ അത് 100% കറക്റ്റാ. അതാണ് ഇന്ന് സംഭവിച്ചത്. വലിയ കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന സഹജീവികളോട് കാണിക്കേണ്ട കുറച്ച് മര്യാദകളും ബഹുമാനവും ഒക്കെ ഉണ്ട്. അതിവർക്കില്ല. അത് ഇന്നത്തെ വീഡിയോയിൽ നിന്നും കൃത്യമായിട്ട് മനസ്സിലായി. ഞാൻ ആ വീഡിയോ ഒന്ന് വെക്കാതെ. ഇത് ഇവരുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. ഈ സൈഡ് നിൽക്കുന്നത് ഇവരുടെ അപ്പച്ചിയാണ്. ഓക്കെ, ഈ ഭാഗം എന്താണെങ്കിലും ഇപ്പോൾ ഇവരുടെ വീഡിയോക്കകത്തില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒന്ന് കണ്ടു പ്ലേ ചെയ്യാം. അപ്പച്ചി ആ ഒരു ഫ്രെയിമിൽ നിന്ന് ആനയ്ക്ക് മാറ്റണം. അതിനുവേണ്ടി കളിച്ച ഒരു പരിപാടി ഒന്നുകൂടെ വെക്കാവേ. അപ്പച്ചി അവിടെ നിന്ന് ഉമിയെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അപ്പച്ചിയെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ഫ്രെയിമിൽ നിന്ന് മാറ്റുന്നു. എന്നാ അപ്പച്ചി അവിടെ ഇരുന്നേരെ എന്ന് പറഞ്ഞ് നൈസായിട്ട് അപ്പച്ചിയെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ഗൈസ്. എന്നിട്ട് അവരും അവരുടെ കുടുംബക്കാരുമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നു. ഇതാണ് സംഭവം. വീട്ടിലൊരു വേലക്കാരി ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോലും ഞാൻ ഇങ്ങനെ പെരുമാറില്ല. നാളെ എനിക്ക് കുട്ടികൾ ഉണ്ടായാലും അവരുടെ അടുത്തും ഞാൻ ഇതേ പറഞ്ഞ് മനസ്സിലാക്കത്തുള്ളൂ. എന്തിനു കൂടുതൽ പറയണം? അഹാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അമ്മ സിന്ധു കൃഷ്ണയും പറയുന്നുണ്ട്. അപ്പച്ചി അവിടെ നോക്കിയാൽ നോക്ക്. അന്നേരം സിന്ധു കൃഷ്ണ എവിടെ പോയിരുന്നു, ഇവിടെ വേണ്ട, അവിടെ പോയിരുന്നു, ഇതിന്റെ ആവശ്യമില്ല. ഇവിടെ ആലോചിക്കണം, സ്വന്തം അപ്പച്ചിയാണ്. എന്റെ വീട്ടിലെ അപ്പച്ചിമാരെങ്ങാണായിരുന്നെങ്കിൽ ഇവിടെ കൊലപാതകം നടന്നേരെ. അവിടെ ബർത്ത്ഡേ ആഘോഷം എന്നൊക്കെ പറഞ്ഞ് അവരും മാതിരി അപമാനം സഹിച്ച് എനിക്ക് തോന്നൂല. ഇവരെന്തോ പാവം ടീംസ് കണ്ടായതിന്റെ പേരിലാണ് അവർ പറയുന്ന പോലെ പോയി അവിടെ ഇരുന്ന്. അല്ലെങ്കിൽ തന്നെ മാനാഭിമാനമുള്ള ആരെങ്കിലും ഈ മാതിരി പരിപാടി കാണിക്കൂടെ? വിളിച്ചു വരുത്തി കൊണ്ടുപോയിട്ട് അപമാനിച്ചു വിടുന്നതിന് തുല്യമല്ലേ? എല്ലാവരെയും ഞങ്ങൾ ഒരുപോലാണ് കാണുന്നത്, വേലക്കാരികളൊക്കെ ഒരുപോലെയാണ് കാണുന്നത്, വീഡിയോയിലൊക്കെ വന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. പക്ഷെ റിയാലിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്ക് മറ്റേ വി ആർ എലൈറ്റ് ഫാമിലി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ തള്ളി വരും. സ്വന്തം കുടുംബക്കാരുടെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ പണ്ട് മുതലേ പുച്ഛമാണല്ലോ എല്ലാവരോടും. സ്വാഭാവികം. അവർ ഫോട്ടോജനിക് അല്ല, അവരിട്ടേക്കുന്ന സാരിയാണ്. ഇവരുടെ ബാക്കിയുള്ള കോസ്റ്റ്യൂമും ഇത്രയും മെലിഞ്ഞ് സുന്ദരികളായിട്ടുള്ള മക്കളുടെ കൂടെ നിൽക്കാൻ അവർക്ക് യോഗ്യത ഉണ്ടാവില്ല. പാവം, അവരൊരു സാധാ സാരി കൊടുത്തോണ്ടാണല്ലോ അവർ വന്നത്. കൂടെ നിർത്താൻ കൊള്ളില്ലായിരിക്കും, അതുകൊണ്ടാവാം. ഇവരുടെ ലോ സ്റ്റാൻഡേർഡിന് ചിലപ്പോൾ അവർ ചേരുന്നില്ലായിരിക്കും. അതാണ്. ഒരുപാട് സൗന്ദര്യമുള്ള എലൈറ്റ് ചിന്താഗതിയുള്ള ആളുകൾക്ക് ഇങ്ങനെയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ മറ്റേ കമന്റിനകത്ത് വന്ന് പറയുന്നതിൻ്റെ തൊട്ട് ഈ എലൈറ്റ് ഫാമിലി എന്ന് പറയുന്നത് അത് അങ്ങനെ തള്ളി വരി ഇടയ്ക്കിടയ്ക്ക്. അന്യരാണെങ്കിൽ പിന്നെയും മനസ്സിലാക്കാം. ഇത് അതുമല്ല. ഇതാണ് പറയുന്നത് മണി കാൺ ബൈ ക്ലാസ്. അതിന് എങ്ങനെയൊക്കെ മിനുക്കിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഉണ്ടാവൂല. നിങ്ങളുടെയൊക്കെ ജീനിനകത്ത് ഒരു സാധനം ഇല്ല. ക്ലാസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്ന് തോന്നണില്ല. കാര്യം ഓരോ ആളുകളെയും ട്രീറ്റ് ചെയ്യുന്നത് ആ തരത്തിലാണ്. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ ആ ചാനലിൽ പോയി കാണണം. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവരുടെ ഫാമിലി, ഇവരുടെ വീട്ടിൽ താമസിച്ചിരിക്കുന്ന ആളുകൾ മാത്രമാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഫോട്ടോഗ്രാഫർ. അങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവരുടെ കുടുംബം മാത്രമാണ്, ഇൻക്ലൂഡിങ് അപ്പച്ചിയും കുടുംബത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ ഈ ഒരു ബിഹേവിയർ കണ്ടപ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലായി അത് അങ്ങനെ അല്ല എന്ന്. അഹാന അവിടെ നൈസായിട്ട് ഒഴിവാക്കി അവരുടെ അടുത്ത് പറയുകയാണ് അവിടെ പോയി ഇരിക്കൂ എന്ന്. ആ ഇരിക്കുന്ന സമയത്ത് അപ്പച്ചി എന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ വേറെ ആരും ഇല്ല, അവരൊറ്റയ്ക്ക് അവിടെ ഇരിക്കേണ്ടി വരും. അവർ നോക്കുമ്പോൾ എന്താണ്, അവരുടെ ഫാമിലി മാത്രം എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പച്ചി മാത്രം ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നു. ആ സ്ത്രീയെ ഒറ്റയ്ക്ക് തനിച്ച് ആ സീറ്റിൽ ഇരുന്ന് അവർ ഫോട്ടോ എടുക്കുന്നത് നോക്കി ഇങ്ങനെ അന്യനെ പോലെ നോക്കി ഇരിക്കേണ്ട ഒരു അവസ്ഥ. ഇതിനേക്കാളും നല്ലത് കൊണ്ടുവരാതിരിക്കുന്നതായിരുന്നു. എന്തിനാണ് ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് അവമാനിക്കുന്നത്? നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഇവര് ഞങ്ങളുടെ ഫോട്ടോയ്ക്ക് സ്യൂട്ട് ആവുന്നില്ല എന്ന് മനസ്സിലാക്കിയത് നൈസായിട്ട് എന്തെങ്കിലും ഒഴിവാക്കി വിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കാട്ടിയ വേറൊരു മണ്ടത്തരം, ഈ വ്ളോഗിനകത്ത് ഇത് കട്ട് ചെയ്ത് കളഞ്ഞതുമില്ല. അത് അതുപോലെ എടുത്ത കിട്ടും.
കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായ സമയത്താണ് ഇത് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇപ്പൊ ഇല്ല, ഇപ്പൊ നിലവിൽ ഈ സാധനം ഇല്ല. ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി, കമന്റ് സെക്ഷൻ കംപ്ലീറ്റ് തിരിഞ്ഞ്. ഒന്നാമത് നെഗറ്റിവിറ്റിയുടെ കൊടുമുടി നിൽക്കുകയാണ് മറ്റേ അമ്മൂമ്മയുടെ കേസ് കാരണം. എന്നിട്ട് ഇതുകൂടെ ആയപ്പോഴത്തേക്ക് സമാധി. ഇതിനകത്ത് ഒരു കമന്റ് ദിയ കൃഷ്ണ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ കമന്റ് ഒന്ന് വായിക്കാം. To all people criticizing in the comment about Apache being as crypto set aside, wouldn't you want a family back with their sister and immediate family in a milestone birthday party on the first baby in your family? ഈ കമന്റ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതാണ് അവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പച്ചി അവിടെ ഫിറ്റ് ആവുന്നില്ല എന്ന്. ഞങ്ങള് സഹോദരിമാരും ബാക്കി ആൾക്കാരും മാത്രം മതി, അപ്പച്ചി അവിടെ ഫിറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ആ കമന്റ്. അത് കൃത്യമായിട്ട് എടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പച്ചിയുടെ ഫിറ്റ് ആവില്ല, ഞങ്ങൾ മാത്രം നിൽക്കുന്ന ഫോട്ടോ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് കറക്റ്റ് ഫോട്ടോജനിക്ക്. മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒന്നും ഞങ്ങൾ ഇവിടെ തൽക്കാലം നോക്കുന്നില്ല. ഞങ്ങളുടെ ഫോട്ടോ നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവണം. ഈ സാരി എടുത്ത് നിൽക്കുന്ന അപ്പച്ചി അത് കൊള്ളൂല, ഫോട്ടോ തന്നെ ചിലപ്പോൾ മോശമായി പോകും. അത് നല്ല ഫോട്ടോ നമുക്ക് വേണ്ടത് കൊണ്ട് നമ്മൾ അപ്പച്ചിയെ മാറ്റിയിരുത്തി. ഓക്കെ, ഇതാണ് കമന്റ്. അത് ആ കമന്റ് ഒരു ഉളുപ്പില്ലാതെ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. സമ്മതിക്കുന്നു, തൊലിക്കെട്ടി അപാരം തന്നെ. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ഫോട്ടോയിൽ നിന്ന് മാറ്റി നിർത്തിയത് മാത്രമേ ഈ കമന്റിൽ പറയുന്നുള്ളൂ. ഈ വീഡിയോ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഇവർ വന്ന സമയത്ത് തന്നെ ഇവരെല്ലാവരും ഇവരുടെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പച്ചി ഇല്ലാത്ത ഫാമിലി ഫോട്ടോ എടുക്കുന്നുണ്ട് കൃത്യമായിട്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ചടങ്ങിലോട്ട് ഇവർ കിടക്കുന്നത്, ആ ഒരു സെലിബ്രേഷനിലോട്ട് കിടക്കുന്നത്. സത്യത്തിൽ അവിടുന്ന് അവരെ മാറ്റി നിർത്തിയത് ആ ഫോട്ടോ എടുക്കുന്ന ആ ഒരു ഫ്രെയിമിൽ നിന്നല്ല, ആ ഒരു സെലിബ്രേഷനിൽ നിന്നാണ് അവരെ മാറ്റി നിർത്തിയത്. എന്തിനു വേണ്ടിയിട്ട്? ഇവർക്ക് കുറച്ചും കൂടെ ഒരു നല്ല വൃത്തിയുള്ള, ഭംഗിയുള്ള, എസ്തെറ്റിക്കലി ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് എസ്തെറ്റിക്കലി ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള നിന്റെ ഫാമിലി അടങ്ങുന്ന ഒരു ഫോട്ടോ ആണോ നിനക്ക് പ്രാധാന്യം, അതോ മറ്റുള്ളവരോട് നീ കാണിക്കുന്ന റെസ്പെക്റ്റ് ആണോ, അതോ മനുഷ്യത്വമാണോ? ഞാൻ ഒരിക്കലും ഫോട്ടോ ആണെന്ന് പറയില്ല, പറഞ്ഞിട്ടുമില്ല. ഇതിന് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസരങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ചടങ്ങ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. അന്നേരം ഞാൻ അങ്ങനെ ഒരു ചടങ്ങ് നടത്തിയിട്ടുള്ള ഒരുത്തനാണ്. അന്നേരം അങ്ങനെയുള്ള പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അന്നേരം ഒക്കെ എൻ്റെ കൂടെയുള്ള ആളുകളെ അതിന് ഏത് കോലത്തിലാണെങ്കിലും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഒരിക്കലും മാറ്റി നിർത്തൂല. എനിക്ക് ആ ഫോട്ടോ അല്ല, എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ്. അതിന് ഏത് കോലത്തിലാണെങ്കിലും ഞാൻ അവർക്കൊരു വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ എന്നോടൊപ്പം വേണം. അങ്ങനെ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ചെയ്യുകയുള്ളൂ. എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ നിലയും വിലയും, അവരിട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ക്വാളിറ്റിയും പണമുണ്ടോ ഇല്ലയോ നോക്കിയൊന്നുമല്ല ഞാൻ വില കൊടുക്കാറുള്ളത്. അവർ നമുക്ക് തരുന്ന സ്നേഹം, അവർ നമുക്ക് ഇങ്ങോട്ട് തരുന്ന റെസ്പെക്റ്റ്, അങ്ങനെ കുറേ മാനുഷികമായി പരിഗണിക്കേണ്ട കുറേ കാര്യങ്ങൾ, അത് വെച്ചിട്ടാണ് ഞാൻ പലർക്കും എൻ്റെ മനസ്സിൽ സ്ഥാനം കൊടുക്കുന്നത്. അങ്ങനെയുള്ള എനിക്ക് ഇത് കണ്ടപ്പോൾ വളരെ വളരെ മോശമായിട്ട് തന്നെ ഫീൽ ചെയ്തു, ഭയങ്കര മോശമായിട്ട് തന്നെ ഫീൽ ചെയ്തു. അപ്പച്ചിക്ക് ചിലപ്പോൾ മോശമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് അത് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് സംസാരിക്കുന്നത്. ഇവരുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ എന്തിനാ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം? ഒരുപാട് കമന്റ് വന്നപ്പോൾ ഇത് ഒരാൾക്ക് തോന്നിയ ഒരു തെറ്റല്ല. ആ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇതേ കാര്യം തോന്നിയിട്ടുണ്ട്. അപ്പം എല്ലാ വീട്ടിലും ഒരു അമ്മ വേണം എന്നുള്ള പ്രോജക്റ്റ് തൽക്കാലത്തേക്ക് എടുത്ത് ചവിട്ടുകൊട്ടയിൽ കളയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വീട്ടിൽ ഇമാതിരി ഒരു അമ്മ ആണെങ്കിൽ വേണ്ട. ഇതിനേക്കാളും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതുള്ളതല്ല, അശ്വിന്റെ കുടുംബം എന്താ എന്നുള്ളതാണ്. കുഞ്ഞിന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്, ആദ്യത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. പക്ഷെ അശ്വിന്റെ കുടുംബമില്ല, എവിടെ പോയി? ഇന്നേ വരെ ആ പയ്യനൊരു വില ഇവരുടെ ഫാമിലി കൊടുക്കുന്നതായിട്ട് സത്യമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഉള്ള കാര്യം പറയാണ്, ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നല്ലേ അവന്റെ കുടുംബക്കാർക്ക് വില കൊടുക്കുന്നത്. സാധാരണഗതിയിൽ കുഞ്ഞിന്റെ ആദ്യ പിറന്നാളിന് ഒന്നെങ്കിൽ കുഞ്ഞ് അമ്മയുടെ കയ്യിൽ അല്ലെങ്കിൽ അച്ഛന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇത് മുത്തച്ഛനാണ് കൊച്ചിനെ എടുത്തോണ്ടിരിക്കുന്നത്. തന്തയ്ക്കും ഒരു റോളും ഇല്ല, കൊച്ചിന്റെ തന്തയ്ക്ക് ഒരു റോളും ഇല്ല, അവർ സൈഡിൽ മാറിയിരിക്കുന്നു. എന്നിട്ട് ദിയ ഈ വീഡിയോക്ക് അത് പറയുന്നത് ഇത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്, നമുക്കിത് പ്ലാൻ ചെയ്തതൊന്നും അല്ല, ബാക്കിയുള്ള എല്ലാവരും കൂടെ സർപ്രൈസ് എനിക്ക് തന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് വ്യക്തമായിട്ടുള്ള കരങ്ങൾ ഇതിനകത്ത് പ്ലാനിങ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ദിയയുടെ. അപ്പൊ ഈ അശ്വിന്റെയും ഫാമിലിയുടെ ഒക്കെ കാര്യം സത്യത്തിൽ എനിക്ക് മാത്രം തോന്നിയൊന്നുമല്ല. നിങ്ങളെ കമന്റ്സ് എടുത്ത് നോക്ക്, എനിക്ക് 90% കമന്റ്സ് ഇത് തന്നെയാണ് പറയുന്നത്. അതിനകത്ത് വന്നേക്കുന്ന ആദ്യമുള്ള ടോപ്പ് കമന്റ് മൊത്തം ഇത് തന്നെ. ഒരാൾക്ക് തോന്നിയതാണെങ്കിൽ എന്റെ തെറ്റാണെന്ന് പറയാം. ഇത് കാണുന്ന ജനങ്ങൾക്ക് മൊത്തം ഇങ്ങനെ തോന്നുകൂടെ? ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ ഇങ്ങനെ വെറുതെ ഒരു സ്റ്റാമ്പ് പോലെ വെച്ചേക്കുന്നു. കുറച്ച് കമന്റ് ചെയ്യാൻ വായിക്കാം. പാവം അശ്വിൻ, he is like a side character in this video. Even though it's his son's birthday, look like he was no role when it comes to this family. It's understandable. KK shares a special bond with Omi, but he should acknowledge that Ashwin was the one to hold Omi to cut the cake, not him.
എക്സാക്ട്ലി ദ സെയിം തിങ് ആണ് എല്ലാവരും ആലോചിക്കുന്നത്. തന്തയ്ക്ക് എന്താണ് റോള്, കൊച്ചിന്റെ തന്തയ്ക്ക് എന്താണ് റോള്, സൈഡ് റോള്, ക്യാമിയ റോള് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു റോളും ഇല്ല. എടാ, ഒരു കൊച്ചിന്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക് തന്തയുടെ കയ്യിൽ ആ കൊച്ചിനെ കൊടുക്കാൻ തന്തയ്ക്ക് ആഗ്രഹം കാണൂലേ? അശ്വിന്റെ അവസ്ഥ വേറെ ആർക്കും വരാതെ ഇരിക്കട്ടെ. 231 കമന്റ്. വേർ ഈസ് അശ്വിൻ ഫാമിലി? എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അവർ അശ്വിന്റെ അച്ഛനെയും അമ്മയും അല്ലേ, അവരുടെ കൊച്ചുമോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അവർക്കും കാണില്ല അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹം. ദിയ, നിന്റെ മോനും അവന്റെ വൈഫും നിന്നോട് ഇതുപോലെ പെരുമാറുന്ന ഒരു ഡേ വരും. മാതാപിതാക്കളുടെ കണ്ണീർ നമ്മൾ കാരണം വീണാൽ അതിന് വലിയ വില പിന്നീട് കൊടുക്കേണ്ടി വരും. സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ മനസ്സിലാകും. അശ്വിന് വേറെ വല്ല ഫാമിലിയും പോയിട്ട് ഇന്ത്യയിൽ നല്ല റെസ്പെക്ട് കിട്ടുമായിരുന്നു. ഹീസ് എ ഹംബിൾ ഗായ്. അർജുന് കൊടുക്കണ പരിഗണന പോലും അശ്വിനില്ല. കൃഷ്ണകുമാർ ആ കുട്ടിയെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അശ്വിന് ഡാഡ് എന്ന കുട്ടി. അല്ലാണ്ട് കുട്ടി കൃഷ്ണകുമാറിന്റെ ഫാമിലിക്ക് മാത്രമുള്ളതല്ല. അപ്പച്ചിയെ നൈസായിട്ട് ആഹാന തട്ടുന്നത് പോലെയാണ് അവർ അശ്വിൻ ഫാമിലിയോട് ചെയ്യുന്നത്. സോ ബാഡ് അബൌട്ട് ദിസ് ഫാമിലി. ഐ തിങ്ക് ഇഷാനി ആൻഡ് ഹൻസ് ഒഴിച്ച് ബാക്കി എല്ലാവരും കണക്കാണ്. ഇങ്ങനെ പ്രത്യേകിച്ച് ഒഴിച്ച് കണക്കാക്കേണ്ട പറയേണ്ട ആവശ്യമൊന്നുമില്ല. കംപ്ലീറ്റ് കണക്കാണെന്ന് എനിക്കും പറയാനുള്ളൂ. ഇവർക്കെല്ലാം കോണ്ടന്റ് മാത്രമാണ്, അല്ലാണ്ട് പരസ്പര സ്നേഹമൊന്നുമില്ല. എല്ലാം ആക്ടിംഗ് ആണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. കാണാൻ മെനയുള്ളവർ മാത്രം എല്ലാത്തിനും ആദ്യം കൊണ്ടുവന്ന് നിർത്തുക. ഇപ്പോ തന്നെ അഹാന അപ്പച്ചി ഒഴിവാക്കിയ പോലെ ദിയ അശ്വിന്റെ ഫാമിലിയെ ഒഴിവാക്കിയ പോലെ. വൈ നോട്ട് ഇൻവൈറ്റിംഗ് അശ്വിൻ പേരന്റ്? ഡോണ്ട് ബി റൂട്ട് ലൈക്ക് ദിസ്. ദേ ആർ ഇന്നസെന്റ് മിഡിൽ ക്ലാസ് പീപ്പിൾ, ബട്ട് we will culture like KK. They will have a great and sure for the ceremony as per their custom. Now everyone knows the culture of Sindhu family. Ashwin എന്താ ഇങ്ങനെ ഒന്നിനും ആക്റ്റീവ് അല്ലാത്ത? He just coming like a cameo in his son's birthday video. സത്യം. So sad for him. Ashwin himself feels like a useless in this function. The same Ahana will come up with a long emotional vlog once her appachi is no more. സത്യം ഉറപ്പായിട്ടും വരും. അഹാനയ്ക്ക് അപ്പച്ചി ഉണ്ടാക്കുന്ന ഫുഡ് കണ്ടന്റ് ആക്കാൻ മാത്രം അറിയാം. ചുമ്മാതല്ല ഇത്രയും ഹേറ്റേഴ്സ് ഇതൊക്കെയല്ലേ കാട്ടിക്കൂട്ടണേ. അശ്വിൻ പാവം തോന്നുന്നു, ഒറ്റപ്പെട്ട് നിൽക്കുന്നത് പോലെ. ഇവർക്ക് ക്യാഷ് ഉള്ളതുകൊണ്ട് പാർട്ടി നടത്തി അശ്വിന്റെ ഫാമിലിയെ കൂടി കൂട്ടാമായിരുന്നു. ബെസ്റ്റ് ഫാമിലി തന്നെ. Dear Ashwin, please escape from this toxic, dysfunctional family if you have self-respect. Don't stay in the place where you and your family is not valued. ആരോട് പറയാൻ? ഇത് ഞാൻ ഇടയ്ക്കുന്ന് ചീന്തിയെടുത്ത കമന്റ് ഒന്നുമല്ല. ഇതിങ്ങനെ തുരുതുരുതുരാന്ന് വന്ന കമന്റ് ആണ്. ഓക്കെ, 1 by 1 ആയിട്ട് വായിച്ചതാണ്. എല്ലാവർക്കും ഒരേ കാര്യം തന്നെയാണ് തോന്നുന്നത്. ഇത് ഈ ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് വിലയിരുത്തുന്നതല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇവരുടെ കംപ്ലീറ്റ് വ്ലോഗും കണ്ടുവരുന്ന ജനങ്ങൾ തന്നെയാണ് ഈ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അശ്വിന് വില കൊടുക്കുന്നില്ല, അവന്റെ ഫാമിലിക്ക് വില കൊടുക്കുന്നില്ല എന്നുള്ളത്. എനിക്കൊന്ന് കുറെ കമന്റ് ഇവർ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എത്ര ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ശരിക്ക് കമന്റ് ഇനിയും വന്നുകൊണ്ടിരിക്കും. കാര്യം കാണുന്ന ജനങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നല്ലൊരു മാർഗ്ഗം ഞാൻ പറയുന്നത് കമന്റ് സെക്ഷൻ ഓഫ് ആക്കി വെക്കുന്നതായിരിക്കും. അതായിരിക്കും ബെറ്റർ. ഇവർക്ക് വെറും ഷോ ഓഫ് ആണെന്നേ, ചുമ്മാ ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം കാട്ടിക്കൂട്ടുന്ന പരിപാടി. കൂടുതലുള്ള ആളുകൾക്ക് ഒരു വിലയും കൊടുക്കാതെ എന്തൊക്കെ കാട്ടിക്കൂട്ട് എന്ത് നേടാൻ. മിക്കവാറും ഈ കമന്റിൽ പറഞ്ഞ പോലെ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് വെളുപ്പിക്കാൻ വേണ്ടി അപ്പച്ചയും വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു വീഡിയോ വരാൻ വളരെ വളരെ സാധ്യത കൂടുതലാണ്. അപ്പച്ചി ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞ് പഠിപ്പിക്കും. അയ്യോ അപ്പച്ചി പോവല്ലേ, ആ തരത്തിലൊരു സ്ക്രിപ്റ്റ് പറഞ്ഞ് പഠിപ്പിക്കും. അപ്പച്ചി അതുപോലെ വന്ന് പറയും. എന്നിട്ട് വെളുക്കാൻ വേണ്ടിയിട്ട് നോക്കും. അഹാനയുടെ ക്യാരക്ടർ ആണല്ലോ ഇപ്പൊ 2 വീഡിയോ ആയിട്ട് മൊത്തം ഡാമേജ് ആയത്. ഇത്രയും നാള് എല്ലാ വീട്ടിലും ഒരു അമ്മ വേണമെന്നിരുന്ന പറഞ്ഞുകൊണ്ടിരുന്ന ബാക്കി ഇപ്പൊ നാട്ടുകാർ മാറ്റി പറഞ്ഞു തുടങ്ങി. എല്ലാ വീട്ടിലും ഇങ്ങനത്തെ ഒരു അമ്മ വേണ്ട എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ മൊത്തത്തിൽ ഇത്രയും നാൾ നല്ല പിള്ള ചമഞ്ഞുകൊണ്ടിരുന്ന അഹാനയൊക്കെ ഇപ്പൊ എക്സ്പോസ് ആയി. എന്താണെങ്കിലും അപ്പച്ചിയും വെച്ചുള്ള ഒരു മെഡിക്കൽ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള ജെന്യൂൻ ആയിട്ടുള്ള കമന്റ് താഴെ വന്ന് കമന്റ് ചെയ്യണം. ആ വീഡിയോക്ക് ഞാൻ പ്രത്യേകിച്ചൊരു കമന്റ് ഞാൻ പറയണില്ല. വീഡിയോ ഒന്ന് കണ്ടോ. അപ്പൊ എന്താണ് നിങ്ങളുടെ കമന്റ്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇത് വലിയ സമകാലികമായിട്ട് സെർച്ച് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല. പിന്നെ ഇവരുടെ ഈ ഒരു കൂതറ ഫാമിലിയുടെ ഫേക്ക് ഫേസ് അഴിഞ്ഞു വീഴുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം, അതുകൊണ്ട് മാത്രം ചെയ്തതാണ്. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ശരി, ബൈ.